ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നമുക്ക് ഡെയിലി ഒരു 50+ കഴിഞ്ഞ് അല്ലാത്തവർക്ക് ഉപയോഗിക്കാം, പക്ഷേ 50+ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്കത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ മറക്കരുത് പ്ലീസ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഡെയിലി ഇട്ടാലും നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, എന്നെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള, നമുക്ക് ഫേസിൽ ഒത്തിരി മാറ്റം വരുത്തുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നത്. കാരണം നമുക്ക് ഏത് കാര്യവും ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങൾ നമ്മുടെ ഫേസിന് കിട്ടും. നമ്മുടെ ഫേസ് വെളുത്ത് പാറാനൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് അതിന് വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസാണ് നമുക്കതിനാവശ്യം. എല്ലാവരുടെ അടുക്കളയിലും നമ്മൾ കാണുന്നതാണ്. ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തൈരാണ്. തൈരിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. നമ്മുടെ സ്കിന്നിനെ ഒന്ന്, ഈ ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നിനെ ഒന്ന് ഒരു ഈവൻ സ്കിന്നാക്കി മാറ്റാനായിട്ട് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ തൈരിൻ്റെ. അതിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ്, ഫാറ്റി ആസിഡ് എല്ലാം അടങ്ങിയിരിക്കുന്ന കാരണം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും സ്കിന്നിൻ്റെ ടാൻ മാറാനും ഈ നമ്മുടെ പഫ്നെസ് മാറാൻ, ഡാർക്ക്നെസ് മാറാൻ എല്ലാം ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ തൈര്. അതിൻ്റെ തൈരിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട പോലെ ഫീലാവും ഈ പായ്ക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും. നമ്മുടെ ഫേസ് ഒന്ന് ലൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും ആകാനായിട്ട് നമുക്ക് തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കാരണം നമ്മുടെ ഫേസിന് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത്, ചിലർക്ക് മഞ്ഞൾ, കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഉപയോഗിക്കാൻ പറയുന്നത്. അതിപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മൾ ജനിച്ച ഓർമ്മ വെച്ച നാൾ തൊട്ട് നമ്മൾ കാണുന്ന കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറിലെയാണ് അല്ലേ? പക്ഷെങ്കിൽ മഞ്ഞ കളറിലെ കസ്തൂരി മഞ്ഞളും ഉണ്ട്, വൈറ്റ് കളറിലെ കസ്തൂരി മഞ്ഞളും ഉണ്ട്. ഇത് രണ്ടിലും ഏതെങ്കിലും എടുത്തിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെറ്ററാണ്. നമ്മുടെ ഫേസിന് ഏറ്റവും ബെസ്റ്റ് തരാനായിട്ട് കസ്തൂരി മഞ്ഞളിന് സാധിക്കും. ഇനി മഞ്ഞൾ അലർജിയാണ്, അല്ലെ മഞ്ഞൾ പിടിക്കത്തില്ല എന്നുള്ളവർക്ക് തൈരിൻ്റെ അകത്ത് നമുക്ക് കടലമാവും കൂടെ ആഡ് ചെയ്യാം. മഞ്ഞൾ അലർജി ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞ കടലമാവിൻ്റെ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൽ തന്നെ ആദ്യമായിട്ട് വന്ന ഒരു സാധനമാണ് മുൾട്ടാനി മിൽട്ടിയും ഈ കടലമാവും അല്ലേ? അത് നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്ന ഒരു സംഗതിയാണ്, ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർ കസ്തൂരി മഞ്ഞളോ സാദാ മഞ്ഞളോ അലർജി ഉള്ളവർ നമ്മൾ എന്ത് ചെയ്യണം? കടലമാവ് എടുക്കണം. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഫേസിലിട്ടാൽ ശരിക്കും നല്ല മാറ്റം നമുക്ക് ഉണ്ടാകുന്നതാണ്. ശരിക്കും നല്ല മാറ്റങ്ങൾ നമ്മുടെ ഫേസിന് നമുക്ക് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ കാര വന്നിട്ടുള്ള പാടുകളൊക്കെ പോകുവാനും നമ്മുടെ ഫേസ് ഒന്ന് ലൈറ്റനാകാനും ഏറ്റവും ബെസ്റ്റാണ് ഈ തൈരും കടലമാവും, അല്ലെങ്കിൽ തൈരും കസ്തൂരി മഞ്ഞളും. ഇത് നമ്മൾ ഈ പായ്ക്കുകൾ പറയുമ്പോഴത്തേനും നിങ്ങൾ ഉദ്ദേശിക്കരുത് ഡെയിലി ഓരോരോ പായ്ക്കുകൾ പറയുന്നു ഇതിലേതാണ് പക്ഷെ നമുക്ക് പറ്റുന്നത്, നമ്മുടെ കിച്ചണിൽ എന്താണോ ഉള്ളത്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് എന്താണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിലേതെങ്കിലും ഒന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ തൈര് മിക്ക വീടുകളിലും കാണുമല്ലോ അല്ലേ? തൈരില്ലാത്ത വീടുകളില്ല. മഞ്ഞളാണേലും ഇപ്പം ഇനി കസ്തൂരി മഞ്ഞൾ ഇല്ല എങ്കിൽ അതുപോലും വാങ്ങിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പുറത്ത് പോകാനോ ആരും വാങ്ങിച്ചു തരാനില്ലെങ്കിൽ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന മഞ്ഞളില്ലേ, ആ മഞ്ഞളാണെങ്കിൽ കൂടി തൈരിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ഒന്നിട്ടാൽ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഈ
കണ്ണിന് ചുറ്റും കറുപ്പ്, ശരിക്കും കറുപ്പാണ്. അപ്പോൾ എനിക്ക് തന്നെ അതിശയം വന്നുപോയി. ഞാൻ പറഞ്ഞു കൊടുത്തു, മഞ്ഞളും തൈരും കൂടെ ഇടാൻ പറഞ്ഞു. കസ്തൂരി മഞ്ഞൾ ഇട്ടപ്പോൾ അവൾക്ക് ഭയങ്കര പുകച്ചിൽ, തൈരിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ. സാദാ മഞ്ഞൾ, ചിലർക്കൊരു പുകച്ചിലുണ്ടാവും, അത് കുറച്ച് നേരത്തേനേ ഉള്ളൂ. സാദാ മഞ്ഞൾ എടുത്തിട്ട് അവൾ ഒരു കറക്റ്റ് ഇട്ട് കേട്ടോ. എന്നും ഈവനിങ്ങിൽ അവളിട്ട് ശരിക്കും ഒരു 10 ദിവസമായപ്പോൾ ശരിക്കും നല്ലൊരു മാറ്റം നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ നല്ല നമുക്ക് ഫലം കിട്ടുന്ന ഒന്നാണ് ഈ കസ്തൂരി മഞ്ഞളും തൈരും. ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്മുടെ കിച്ചണിലുള്ള സാധാ മഞ്ഞൾ എടുത്താലും മതി. ഇതെടുത്താൽ മാത്രം പോരെ, ഇതിൻ്റെ ഉപയോഗം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം, എന്നാലേ ഫലമുള്ളൂ കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് 7 ദിവസം മുടങ്ങാതെ ഓരോ ദിവസവും ഇതിട്ടാൽ നമുക്ക് ഡെയിലി ഇടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പായ്ക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തൈരിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ്, ഫാക്റ്റി ആസിഡ് എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കൊരു മോയ്സ്ചറൈസർ തരാനും, അൺഈവൻ സ്കിന്നിനെ മാറ്റി ഈവൻ സ്കിന്ന് തരാനും, ഒരു മോയ്സ്ചറൈസർ തരാനും ഏറ്റവും ബെസ്റ്റാണ് തൈര്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫേസിന് ആവശ്യമായ 2 ടീസ്പൂൺ തൈരാണെങ്കിൽ 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ, അല്ലെ അത് പറ്റാത്തവർക്ക് കടലമാവ് എടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ശരിക്കും നിങ്ങളൊന്ന് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഫേസിന് ഒരു കളറ്, കഴുത്തിനൊരു കളർ, അങ്ങനെ എൻ്റെ ജന്മന അങ്ങനെ കേട്ടോ എൻ്റെ ഫേസിന്. അത് നമ്മൾ എന്ത് ചെയ്താലും മാറാൻ പോകുന്നില്ല. നമുക്ക് 2-3 കളർ ഡബിൾ കളറായിട്ട് ഫീൽ ചെയ്യും. അത് സത്യം ചിലർക്ക്. എന്നാൽ നമ്മുടെ വായ്ക്ക് ചുറ്റും, ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് പോകാനും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ പറഞ്ഞ തൈരും കടലമാവും, അല്ലെങ്കിൽ തൈരും കസ്തൂരി മഞ്ഞളും കൂടെ. ഇത് 2 ടീസ്പൂൺ തൈരെടുത്താൽ 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ട് ശരിക്കും ആദ്യത്തെ ഒരു 2 സെക്കൻഡ് നമ്മൾ പായ്ക്കിടുമ്പം മസാജ് ചെയ്ത് തന്നെ പായ്ക്കിടുക. ഫേസിലോട്ട് നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ മഞ്ഞപ്പൊടിയും ഈ പായ്ക്ക് നമ്മുടെ മഞ്ഞളും മഞ്ഞളും അല്ലെങ്കിൽ നോർമൽ മഞ്ഞളും തൈരും കൂടി ഇടുക, അല്ലെങ്കിൽ കടലമാവും തൈരും. ഇത് നമ്മൾ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 2 സെക്കൻഡ് മസാജ് കഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ട് നമ്മുടെ ഈ പായ്ക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളിത് ഡെയിലി ഇട്ട് കഴിയുമ്പോഴത്തേനും ശരിക്കും നല്ല മാറ്റം ഉണ്ടാകും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് അറിയിക്കണം. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. നമ്മൾ സ്ഥിരമായിട്ടുള്ള നമ്മൾക്ക് അതിൻ്റെ ഉപയോഗം കാരണം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. എല്ലാവരും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ബെല്ലൈക്കനും കൂടെ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.